Hello friends, welcome back to PSC Padasala. So 10th level preliminary examination സിലബസിലെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ലെക്ചേഴ്സിൽ മറ്റൊരു ക്ലാസ് ആണിത്. സോ ഈ ഒരു വിഭാഗത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് രസതന്ത്രത്തിലെ ചില സെലക്ടഡ് ടോപ്പിക്കുകളിലെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും ആയിരിക്കും. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ബയോപോളിമറിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ പ്രോട്ടീനുകൾ, അന്നജം, സെല്ലുലോസ് ഇവയെല്ലാം എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നുള്ളതാണ്. ഓക്കെ, സോ പോളിമേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഘു തന്മാത്രകളായ മോണോമേഴ്സ് ചേർന്നുണ്ടാകുന്ന ബൃഹത്തായിട്ടുള്ള തന്മാത്രകളെയാണ്. ഇവയെ തന്നെ രണ്ട് രീതിയിൽ നമ്മൾക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് പ്രകൃതിദത്ത പോളിമറുകളായിട്ടുള്ള ബയോപോളിമേഴ്സ് ആണ്. അവയിൽ പ്രോട്ടീനുകൾ, അന്നജം, സെല്ലുലോസ് ഇവയെല്ലാം ഉൾപ്പെടുന്നു. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഓർഗാനിക് അല്ലെങ്കിൽ സിന്തറ്റിക് പോളിമറുകളായിട്ടുള്ള നൈലോൺ, PVC തുടങ്ങിയവയാണ്. ഓക്കെ, എനിവേ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ബേക്കലൈറ്റ് ഇവയെല്ലാം എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ബേക്കലൈറ്റ് ആണ്. ഓക്കെ, വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് തെർമോ പ്ലാസ്റ്റിക്കുകളും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും. അതായത് പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ ചൂടാക്കുമ്പോൾ വരുന്ന ആ മാറ്റത്തിനനുസരിച്ചാണ് നമ്മൾ തെർമോ പ്ലാസ്റ്റിക്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നിങ്ങനെ രണ്ട് കാറ്റഗറികളായിട്ട് പറയുന്നത്. ഇതിൽ തെർമോ പ്ലാസ്റ്റിക്കുകൾ ചൂടാക്കുമ്പോൾ മൃദുവാകുന്നു, തണുപ്പിക്കുമ്പോൾ അത് ദൃഢമായിട്ട് മാറും. ഈ ഒരു പ്രവർത്തനം എത്ര തവണ വേണമെങ്കിലും നമ്മൾക്ക് ആവർത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് അതിനൊരു ഭൗതിക മാറ്റം മാത്രമാണ് സംഭവിക്കുക. എന്നാൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ കേസിൽ ചൂടാക്കുമ്പോൾ മൃദുവായി അതിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് ദൃഢമായിട്ട് മാറും. പിന്നീട് ഈ ഒരു പ്രവർത്തനം ആവർത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. അതായത് ആ ഒരു ഭൗതിക മാറ്റത്തോടൊപ്പം തന്നെ ഒരു രാസപരമായിട്ടുള്ള മാറ്റവും അതിന് സംഭവിക്കും. ഓക്കെ, സോ അതാണ് ഇവ തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നൽകിയിരിക്കുന്നവയിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണം ബേക്കലൈറ്റ് ആണ്. പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ് ഇവയെല്ലാം തന്നെ തെർമോ പ്ലാസ്റ്റിക്കുകളാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്നതാണ് ചോദ്യം. ഓക്കെ, അല്ലെങ്കിൽ ആ കാറ്റഗറി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ ആൻറ്റിപൈററ്റിക്, ആൻറ്റിസെപ്റ്റിക്, ആൻറ്റാസിഡ്സ് എന്നൊക്കെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ ആൻറ്റിപൈററ്റിക് ആണ്. ഓക്കെ, ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ഔഷധങ്ങൾ ഉൾപ്പെടുന്ന കാറ്റഗറിയാണ് നമ്മൾ ആൻറ്റിപൈററ്റിക് മെഡിസിനുകൾ എന്ന് പറയുക. ആൻറ്റിസെപ്റ്റിക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയായിരിക്കാം. അതായത് മൈക്രോ ഓർഗാനിസത്തിൻ്റെയൊക്കെ വളർച്ച തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണ്. ആൻറ്റാസിഡുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റൊമക്കിലെ അസിഡിറ്റിയെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില മരുന്നുകളാണ്. എനിവേ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആൻറ്റിപൈററ്റിക് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. റബ്ബർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലഘു തന്മാത്രകൾ ഏവ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ ലാറ്റക്സ്, ഐസോപ്രീൻ, നിയോപ്രീൻ, മെലാമിൻ എന്നൊക്കെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ ഐസോപ്രീൻ ആണ്. റബ്ബർ ഒരു പോളിമർ ആണ്. അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ ലഘു തന്മാത്രകൾ അല്ലെങ്കിൽ അതിൻ്റെ മോണോമേഴ്സ് എന്ന് പറയുന്നത് ഐസോപ്രീൻ ആണ്. വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. നിയോപ്രീനുമായിട്ട് കൺഫ്യൂഷൻ വരരുത്, അതൊരു ആർട്ടിഫിഷ്യൽ റബ്ബറാണ്. നെക്സ്റ്റ് വൺ നോക്കാം. 2-അസറ്റോക്സി ബെൻസോയിക് ആസിഡിൻ്റെ പരിചിത നാമം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അതായത് 2-അസറ്റോക്സി ബെൻസോയിക് ആസിഡ് ഇതിൻ്റെ ജനീറിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ പാരസെറ്റമോൾ, ആസ്പിരിൻ, അമോക്സിസിലിൻ, മെറ്റാമിസോൾ എന്നൊക്കെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ ആസ്പിരിൻ ആണ്. നോക്കാം. 2-അസറ്റോക്സി ബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആസ്പിരിൻ ആണ്. ഇത് PSCയുടെ ഒരു മുൻകാല ചോദ്യവുമാണ്. വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. സ്കാനിങ്ങിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് ബേരിയം സൾഫേറ്റ്, അസറ്റമിഡോഫിനോൾ, കാൽസ്യം ക്ലോറേറ്റ് ഇവയൊന്നുമല്ല എന്നിങ്ങനെയാണ്. റൈറ്റ് ആൻസർ ബേരിയം സൾഫേറ്റ് ആണ്. ഓക്കെ, സ്കാനിങ്ങിൽ ഒരു ഡൈ ഏജന്റായി ഉപയോഗിക്കുന്ന അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് യഥാർത്ഥത്തിൽ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ റയോൺ, നൈലോൺ, മെലമിൻ, ടെഫ്ലോൺ എന്നിങ്ങനെയൊക്കെ നൽകിയിരിക്കുന്നു. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് നൈലോൺ ആണ്. ഓക്കെ, ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽ എന്ന് പറയുന്നത് നൈലോൺ ആണ്. റയോണുമായിട്ട് കൺഫ്യൂഷൻ വരരുത്. ഒരു അർദ്ധ കൃത്രിമ നാരാണ് യഥാർത്ഥത്തിൽ റയോൺ എന്ന് പറയുന്നത്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽ എന്ന് പറയുന്നത് നൈലോൺ തന്നെയാണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് വൺ. നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ അസറ്റിക് ആസിഡ്, സോഡിയം ബെൻസോയേറ്റ്, പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്, സോഡിയം തയോസൾഫേറ്റ് എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ സോഡിയം തയോസൾഫേറ്റ് ആണ്. ഓക്കെ, സയനൈഡ് പോയ്സണിങ് നടന്നാൽ അതിനെതിരെ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് യഥാർത്ഥത്തിൽ സോഡിയം തയോസൾഫേറ്റ് എന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന
അസറ്റിക് ആസിഡ്, സോഡിയം ബെൻസോയേറ്റ്, അതുപോലെ പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്, ഈവൻ സോഡിയം ക്ലോറൈഡ് ഇവയെല്ലാം തന്നെ ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സിൽ പെടുന്നവയാണ്. ഓക്കെ, സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി സോഡിയം തയോ സൾഫേറ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹോസുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബർ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ നിയോപ്രിൻ റബ്ബർ, തയോകോൾ, ബ്യൂട്ടഡിൻ റബ്ബർ, ബേക്കലൈറ്റ് എന്നിങ്ങനെയൊക്കെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ തയോകോൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി തയോകോൾ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഇവിടെ സ്റ്റെറീൻ ബ്യൂട്ടഡിൻ റബ്ബർ ഇത് യഥാർത്ഥത്തിൽ ചെരുപ്പ് നിർമ്മാണത്തിനും അതുപോലെ തന്നെ ടയറുകളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റബ്ബറാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫോർമാൽഡിഹൈഡിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്നത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ എത്തനോൾ, മെത്തനോൾ, ബെൻസീൻ, മീഥേൻ എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ മെത്തനോൾ ആണ്. വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കണം. മെത്തനോൾ എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയായിരിക്കാം. മദ്യ ദുരന്തത്തിനൊക്കെ കാരണമാകുന്ന ഒന്നാണ്. കൺസ്യൂം ചെയ്യാൻ പാടില്ലാത്ത ആൽക്കഹോൾ വിഭാഗമാണ് മെത്തനോൾ എന്നുള്ളത്. എനിവേ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നീറ്റ് കക്കയുടെ രാസനാമം എന്ത് എന്നുള്ളതാണ് ചോദ്യം. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത് കാൽസ്യം ഓക്സൈഡ് ആണ്. കാൽസ്യം കാർബണേറ്റ് ഇതുമായിട്ട് മാറിപ്പോകരുത്. കാൽസ്യം കാർബണേറ്റ് എന്നത് മാർബിൾ അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ലൊക്കെയാണ്. കാൽസ്യം ഓക്സൈഡ് ആണ് നീറ്റ് കക്ക എന്നത്. വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള വസ്തുക്കളും അവയുടെ രാസനാമവും സാധാരണഗതിയിൽ PSC ചോദിക്കുന്ന ഒരു ചോദ്യ വിഭാഗവുമാണ്. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജലകാഠിന്യം ഇല്ലാതാക്കാനുള്ള മാർഗ്ഗങ്ങളിൽ പെടുന്നത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ തിളപ്പിക്കുക, ഡിസ്റ്റിലേഷൻ ചെയ്യുക, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചേർക്കുക, ഇവയെല്ലാം എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നുള്ളതാണ്. ഓക്കെ, അതായത് ജലത്തിൻ്റെ താൽക്കാലിക അതുപോലെ തന്നെ സ്ഥിര കാഠിന്യം ഇല്ലാതാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ് ആദ്യം നൽകിയിരിക്കുന്ന മൂന്നെണ്ണവും. താൽക്കാലിക കാഠിന്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി തിളപ്പിക്കലും അതുപോലെ തന്നെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചേർക്കലും ഉപയോഗിക്കുന്നു. അതുപോലെ സ്ഥിര കാഠിന്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഡിസ്റ്റിലേഷനും ഉപയോഗിക്കുന്നു. എനിവേ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻറ്റാസിഡായി പ്രവർത്തിക്കുന്ന സംയുക്തം ഏത് എന്നുള്ളതാണ് ചോദ്യം. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ് എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, ആൻറ്റാസിഡ്സ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ മിൽക്ക് ഓഫ് മഗ്നീഷ്യ അല്ലെങ്കിൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നവയിൽ ആൻറ്റാസിഡായി പ്രവർത്തിക്കുന്ന ഒരു സംയുക്തം. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നുകൂടിയാണത്. ഇനി അടുത്ത ചോദ്യം. ഇലക്ട്രം എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വെള്ളി, ചെമ്പ്, സ്വർണം, വെള്ളി, സ്വർണം, പ്ലാറ്റിനം, സ്വർണം, വെള്ളി, ചെമ്പ് എന്നിങ്ങനെ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ സ്വർണം, വെള്ളി എന്നിവയാണ്. സ്വർണം, വെള്ളി എന്നിവ ചേർന്ന ഒരു ലോഹ സങ്കരമാണ് ഇലക്ട്രം എന്നത്. വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ചോദ്യം. ചുട്ടുപഴുത്ത സ്റ്റീലിനെ സാവധാനം തണുപ്പിക്കുന്ന രീതി എങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസിൽ അനീലിംഗ്, ഹാർഡനിങ്, ടെമ്പറിംഗ്, ഗാൽവനൈസേഷൻ എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ അനീലിംഗ് ആണ്. ഓക്കെ, ചുട്ടുപഴുത്ത സ്റ്റീലിനെ സാവധാനം തണുപ്പിക്കുന്ന ആ രീതിയാണ് അനീലിംഗ് എന്ന് അറിയപ്പെടുന്നത്. സ്റ്റീലിനെ മൃദുവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രീതിയാണത്. അതായത് സ്റ്റീലുമായി ബന്ധപ്പെട്ട് ഉള്ള താപോപചാര രീതികളുണ്ട്. ഇവയിൽ പെടുന്നവയാണ് അനീലിംഗ്, ഹാർഡനിങ്, ടെമ്പറിംഗ് എന്നീ മൂന്ന് വസ്തുതകൾ. ഇതിൽ അനീലിംഗ് യഥാർത്ഥത്തിൽ മൃദുവാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഹാർഡനിങ് എന്ന് പറയുന്നത് കാഠിന്യം കൂട്ടുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. ഇവിടെ അനീലിംഗിൻ്റെ കേസിൽ സ്റ്റീലിനെ സാവധാനമാണ് തണുപ്പിക്കുന്നത് എങ്കിൽ, അതായത് ചുട്ടുപഴുത്ത സ്റ്റീലിനെ സാവധാനമാണ് തണുപ്പിക്കുന്നത് എങ്കിൽ, ഹാർഡനിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചുട്ടുപഴുത്ത സ്റ്റീലിനെ പെട്ടെന്ന് തണുപ്പിക്കുകയാണ് ചെയ്യുക. അത്തരത്തിൽ സ്റ്റീലിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഹാർഡനിങ് എന്നത്. ഇനി ടെമ്പറിംഗ് എന്ന് പറയുമ്പോൾ ഹാർഡനിങ് കഴിഞ്ഞതിന് ശേഷം സ്റ്റീലിനെ ചൂടാക്കി സാവധാനം തണുപ്പിക്കുകയാണ് ചെയ്യുക. അതായത് ഹാർഡനിങ് ചെയ്തതിന് ശേഷം സ്റ്റീലിനെ വീണ്ടും ചൂടാക്കി സാവധാനം തണുപ്പിക്കുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ടെമ്പറിംഗ് എന്ന് പറയുക. എനിവേ ഇവിടെയുള്ള റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അനീലിംഗ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ക്ലോറിൻ ബ്ലീച്ചിങ് പ്രവർത്തനം നടത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം, അല്ലെങ്കിൽ അതിൻ്റെ രാസപ്രവർത്തനം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ ഓക്സീകരണത്തിലൂടെ, നിരോക്സീകരണത്തിലൂടെ, ന്യൂട്രലൈസേഷനിലൂടെ, ഇവയൊന്നുമല്ല എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഓക്സീകരണമാണ്. ഓക്കെ, ഓക്സീകരണത്തിലൂടെയാണ് ക്ലോറിൻ ബ്ലീച്ചിങ് പ്രവർത്തനം നടത്തുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. ക്ലോറിൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വാട്ടർ ഗ്യാസ് എന്തിൻ്റെ മിശ്രിതമാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിശ്രിതമാണ് വാട്ടർ ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് ഗ്ലാസ് ആണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ സോഫ്റ്റ് ഗ്ലാസ്, ഹാർഡ് ഗ്ലാസ്, പൈറക്സ് ഗ്ലാസ്, ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ
പൈറക്സ് ഗ്ലാസ് ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് വൺ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കാം. ഗ്ലാസിന് പച്ച നിറം നൽകാൻ ഉപയോഗിക്കുന്ന ലവണം ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഫെറസ് ലവണം, ഫെറിക് ലവണം, കൊബാൾട്ട് ലവണം, നിക്കൽ ലവണം എന്നിങ്ങനെയൊക്കെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ ഫെറസ് ലവണമാണ്. ഓക്കെ, അതായത് സാധാരണഗതിയിൽ സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങളാണ് ഇത്തരത്തെ ഗ്ലാസിന് വിവിധ നിറങ്ങൾ നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവയിൽ ഫെറസ് ലവണം ഉപയോഗിച്ചാണ് പച്ച നിറം നൽകുക. ഫെറിക് ലവണം യഥാർത്ഥത്തിൽ മഞ്ഞ നിറത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ കൊബാൾട്ട് ലവണം നീല നിറത്തിന് വേണ്ടിയും നിക്കൽ ലവണം ചുവപ്പ് നിറം നൽകുന്നതിന് വേണ്ടിയുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ ഡ്യൂട്ടീരിയം ഓക്സൈഡ്, ട്രിഷ്യം ഓക്സൈഡ്, ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിങ്ങനെയൊക്കെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ ട്രിഷ്യം ഓക്സൈഡ് ആണ്. സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ട്രിഷ്യം ഓക്സൈഡ് ആണ്. ഇവിടെ മാറിപ്പോകരുത്, ഘനജലം എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്. സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ട്രിഷ്യം ഓക്സൈഡ് ആണ്. ഇവയെല്ലാം തന്നെ ഹൈഡ്രജന്റെ ഐസോടോപ്സ് ആണ്, എല്ലാവർക്കും അറിയാം. അതായത് ഈ ഡ്യൂട്ടീരിയം, ട്രിഷ്യം, പ്രോട്ടിയം ഇവ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ്. അത് വളരെ വ്യക്തമായി തന്നെ ഓർത്ത് വെക്കുക. ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ജലം തന്നെയാണ്. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈഡ്രജന്റെ മറ്റൊരു സംയുക്തമാണ്. എനിവേ ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. യെസ്, സോ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും അഡ്രസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ, ഒന്ന് നിത്യജീവിതത്തിലെ രസതന്ത്രവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ വിഭാഗങ്ങളുമാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ചില ലോഹങ്ങളും അലോഹങ്ങളും ലോഹസങ്കരങ്ങളും സംയുക്തങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, ഇവയും വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. ഈ വിഭാഗങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം. സോ ക്ലാസ്സുകളുടെ അപ്ഡേറ്റുകൾ, മറ്റുള്ള വിവരങ്ങളെല്ലാം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. സോ നിങ്ങൾ PSC പാഠശാല ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു ചാനൽ ലഭ്യമാവും. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ലെക്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കൂ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.